ചില ആളുകൾ വിചാരിക്കും എന്താ അപ്പോൾ അതിലുള്ളൊരു യുക്തി, ഇസ്ലാം ശുദ്ധിയുടെയും വൃത്തിയുടെയും മതമല്ല, അപ്പോൾ വേറെ നഖമൊക്കെ മുറിക്കല്ലേ വേണ്ടത്, ഇങ്ങനത്തെ ഒരു പുണ്യകർമ്മം ചെയ്യുമ്പോൾ നഖം ഇങ്ങനെ വളർത്തിയെടുക്കുക വേണ്ടത് എന്നൊക്കെ കുസൃതി ചോദ്യം ചില ആളുകൾ ചോദിക്കുന്നത്. എന്താ അതിൻ്റെ യുക്തി എന്ന് അന്വേഷിക്കലുണ്ട്. അപ്പോൾ ഹജ്ജ് നടക്കുന്ന സമയമാണല്ലോ, ഹജ്ജിന് പോയവരും ഉണ്ടാവും, അതിനെക്കുറിച്ച് പഠിച്ചവരും ഉണ്ടാവും. ഹജ്ജ് ചെയ്യണ എല്ലാ കാര്യത്തിൻ്റെ യുക്തി എന്താ? ഓരോ കാര്യം ഇന്നോടത്ത് എറിയണം, അത് ഇത്ര കല്ലാണ്, ഇന്നോടത്ത് ഇത്ര കല്ലാണ്, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പോകണം, ഇത്ര പ്രാവശ്യം തവാഫ് ചെയ്യണം, ഇതിനൊക്കെയാണ് യുക്തി ചോദിച്ച് ഈ ബുദ്ധിയും കൊണ്ട് പോയാൽ അവന് ഹജ്ജ് ചെയ്യാൻ തന്നെ കഴിയില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അള്ളാഹുവിൻ്റെ കൽപ്പന അംഗീകരിക്കലാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ യുക്തിക്ക് മുമ്പിൽ നമ്മുടെ പരിമിതമായ അറിവിനെ അടിയറ വെക്കുക എന്നതാണ് ഏറ്റവും വലിയ യുക്തി. ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം. ഏറ്റവും വലിയ വിവരം, ഏറ്റവും വലിയ യുക്തി എന്താ അറിയും? ഞാൻ വലിയ വിവരമുള്ളവനല്ല എന്ന് മനസ്സിലാക്കുക. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റുന്ന ആൾ മാത്രമാണ്. ശാസ്ത്രം കണ്ടുപിടിച്ച സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ പിന്നീട് തിരുത്തിയിട്ടുണ്ട്, പിന്നീട് പിൻവലിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ നിലനിർത്തിയിട്ടുള്ളൂ. എന്താ കാരണം? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ മാക്സിമം യന്ത്രം ഉപയോഗിച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കഴിയില്ല. എന്നാൽ എല്ലാം അറിയുന്ന, എല്ലാം സൃഷ്ടിച്ചാണ് ആര്? പടച്ച തമ്പുരാൻ. അതുകൊണ്ട് ആ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ബുദ്ധി ഉണ്ട് എന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവനാണ്, ഒരിക്കലും അവൻ ഇസ്ലാമിൽ വിശ്വസിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വലിയ ഗൗരവമുള്ള വിഷയം. അപ്പോൾ ഏറ്റവും വലിയ യുക്തി എന്ന് പറയുന്നത് എന്താ അറിയോ? എൻ്റെ യുക്തിയെക്കാളും എൻ്റെ അറിവിനേക്കാളും കവച്ചു വെക്കുന്നത് അള്ളാഹുവിൻ്റെ യുക്തിയാണ്, അള്ളാഹിൻ്റെ അറിവാണ്. അതുകൊണ്ട് അള്ളി റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ എനിക്കത് മനസ്സിലായില്ല എന്നുള്ളതല്ല, അത് ഞാൻ കേൾക്കണം. സമയനാവാത്തായ ഞാനത് കേട്ടിരിക്കുന്നു മനസ്സിലായി. അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യും? പൊട്ടത്തരായിട്ട് തോന്നും. ശമ്പളമൊക്കെ മരിച്ചു പോയിട്ട് പിന്നെ കുറച്ച് ആൾക്കാരത് കണ്ടെത്തും ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് ശാസ്ത്രീയമാണ്. ഇപ്പം എല്ലാം ശാസ്ത്രത്തിൻ്റെ ലാബിലിട്ട് തെളിയിച്ചാലേ അംഗീകരിക്കുന്നുള്ളതിനല്ല ഒരു വിശ്വാസി എന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? തിരിച്ചറിയണം. ഈ കാര്യം അറിയാത്തത് കൊണ്ട് ഇന്ന് ധാരാളം പേര് യുക്തിവാദികളുടെ കെണിയിൽ ഇന്ന് പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ജാതി കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, മര്യാദക്ക് മദ്രസ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. ഒക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്കും ഭൗതിക വിദ്യാഭ്യാസത്തിലേക്കും പറഞ്ഞയച്ചിട്ട് മര്യാദക്ക് മദ്രസ കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ വളരെ തിരക്ക് പിടിച്ച ഭൗതിക പഠനമാണ്. പിന്നെ നേരെ പോകുന്നത് ഇതുപോലുള്ള ക്യാമ്പസുകളിലേക്കാണ്. അവരെ അവിടെ കാത്തിരിക്കുന്നത് ഈ മതനിരാസത്തിൻ്റെ യുക്തിവാദത്തിൻ്റെ ആൾക്കാരാണ്. അവരുണ്ടാക്കുന്ന വസുവാസിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ഇവർ പെട്ടുപോകും. പിന്നെ പടച്ചമല്ല, പരലോകമല്ല, സ്വർഗ്ഗമല്ല, നരകമല്ല എന്നൊക്കെ പറയുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് എന്താണ് യുക്തി? യുക്തിക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം എന്താണ്? അതിനെങ്ങനെയാണ് വീക്ഷിക്കേണ്ടത്? ഇൻഷാ അല്ലാഹ് അത് സവിസ്തരം വിശദീകരിക്കുന്ന വളരെ പ്രൗഢമായ വൈജ്ഞാനികമായ ഒരു പ്രോഗ്രാം ഈ ഞായറാഴ്ച നാദാപുരത്ത് വെച്ച് നടക്കുന്നുണ്ട്. കഴിയണവരൊക്കെ അവിടെ പോയി കേൾക്കുക, അല്ലാത്തവർ ഓൺലൈനിൽ കേൾക്കുക. ഇതൊക്കെ കേട്ടിട്ടില്ലെങ്കിൽ എന്താ അറിയോ? ചെറിയ ചെറിയ നിസ്സാര ചോദ്യങ്ങൾക്ക് മുമ്പിൽ ആശയക്കുഴപ്പത്തിലായി തൻ്റെ ഈമാനും പിന്നെ ഇസ്ലാമും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ അറിവിൻ്റെ കുറവാണ്. അറിവില്ലാത്തവൻ എല്ലാത്തിൻ്റെയും വിരോധിയായിരിക്കും.